ശാലിനിയാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്തകൾ നൽകിയത്. ഇനി മറ്റു വാർത്തയിലേക്ക് പോകുന്നു. പ്രധാനമന്ത്രി അധിക്ഷേപിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുകയാണ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ്. കേസിൽ ജാൻമണി ഉൾപ്പെടെ 3 പേരെയാണ് കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി അനഘ കർഷൻ ചേരുന്നു. അനഘ, ഏറെ വൈകിയാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളത് തർക്കമില്ല. എങ്കിലും ഒടുവിൽ ജാൻമണി പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച അവർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. മറ്റു തുടർ നടപടികൾ? പ്രജിത്ത്, നമ്മളിപ്പോഴും കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ജാൻമണി, മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ജാൻമണി ഇപ്പോഴും സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ട്. ഈ ചോദ്യം ചെയ്യലിനോട് ഈ ജാൻമണി പൊട്ടിത്തെറിച്ചുകൊണ്ട് പോലീസുകാരോട് പോലും ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ജാൻമണി, അതായത് പോലീസുകാരോട് പോലും തട്ടിക്കയറുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മാതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ള അവഹേളനമായിരുന്നു ഈ ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിലാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പരാതി കൊടുത്തത്. മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് ആയിരുന്നു പരാതി നൽകിയത്. ആദ്യം പരാതി ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കമ്മീഷണർ ഷൗക്കത്ത് അലിക്ക് നൽകുന്നു. ഈ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ പരാതി സൈബർ പോലീസിന് കൈമാറുന്നത്. കോഴിക്കോട്ടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ ജാൻമണിക്കെതിരെ മഹിളാ മോർച്ചയുടെയും BJPയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ പരാതി നിരന്തരം നൽകിയിരുന്നു. ഈ പരാതി നൽകി ഈ സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ്. അതിന് ശേഷം വലിയ രീതിയിലുള്ള സമ്മർദ്ദം BJPയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. നവ്യ ഹരിദാസ് തന്നെ പലപ്പോഴും ഈ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി എവിടെ വരെയായി, എന്തുകൊണ്ട് അറസ്റ്റ് നീളുന്നു എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ ചോദ്യം നിരന്തരമുള്ള ഈ നവ്യ ഹരിദാസിൻ്റെ മഹിളാ മോർച്ച പ്രവർത്തകരുടെ അടക്കം ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഏറെ വൈകിയാണെങ്കിലും ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ജാൻമണിയോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞത്. ഇത് പ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തിയ ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ജാൻമണിയോട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളോടും താൻ ചെയ്ത സംഭവത്തോടുമൊക്കെ തന്നെ നിസ്സഹരണം, അതായത് പോലീസുകാരോട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് ജാൻമണി കാര്യങ്ങൾ പോകുന്നു. ഒരു വയലൻസ് ഈ പോലീസ് സ്റ്റേഷനകത്ത് ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ജാൻമണിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിന് അകം തന്നെ ജാൻമണിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്ത് വിടേണ്ടതാണ്. ഇനി മറിച്ച് പോലീസുകാരോടും ഈ രീതിയിലുള്ള ഒരു അതിക്രമം ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് ഈ ജാൻമണിയുടെ പേരിൽ ഈ ജാമ്യമില്ല വകുപ്പ് ചുമത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും കൃത്യമായി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ അപമാനിച്ച ജാൻമണിയെ പോലുള്ള ആളുകൾക്ക് ഇതൊരു മറുപടിയാണ്. ഇത്തരത്തിൽ ഒരു അവഹേളനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാകും. അതിന് ഈ നാട്ടിൽ ഇത്തരത്തിൽ മഹിളാ മോർച്ചയും അതുപോലെ BJPയും അടക്കമുള്ളവർ തുനിഞ്ഞിറങ്ങിയാൽ ഇത്തരത്തിൽ ഏത് കേസെടുക്കാത്ത പോലീസിനും ഇത്തരം ഒരു കേസ് എടുക്കേണ്ടി വരും എന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് ഈ ജാൻമണിയുടെ അറസ്റ്റോടെ. ഓക്കെ.